ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഇന്ന് ഞാനൊരു ക്ലീനിങ് ടിപ്പായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് ഫ്ലോർ ക്ലീനറും അതേപോലെ തന്നെ എയർ ഫ്രഷ്നറൊക്കെ നല്ല കാശ് കൊടുത്തിട്ട് നല്ല വില കൊടുത്തിട്ടായിരിക്കും നമ്മൾ വാങ്ങിക്കാറുള്ളത് അല്ലേ. പക്ഷേ ഇപ്പോൾ ഒത്തിരി പേരും വീട്ടിൽ ഹോം മെയ്ഡായിട്ട് തന്നെ പല സൊല്യൂഷനും തയ്യാറാക്കിയിട്ടായിരിക്കും ക്ലീൻ ചെയ്യുന്നതും അല്ലെങ്കിൽ എയർ ഫ്രഷ്നറായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ കിച്ചനകത്തുള്ള ഈ ഇഞ്ചി ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു ഫ്ലോർ ക്ലീനറും അതേപോലെ തന്നെ ഒരു എയർ ഫ്രഷ്നറും തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു കഷ്ണം ഇഞ്ചി മാത്രം മതി കേട്ടോ നമ്മുടെ വീട് മൊത്തം സുഗന്ധം പരത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പീസ് ഇഞ്ചി ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്യാണ് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ജാർ എടുക്കുക, അതിനകത്തിട്ട് ആവശ്യത്തിന് നമുക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്ന് അരഞ്ഞ് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം. ഇപ്പം ഞാൻ വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒന്ന് അരഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള വെള്ളം മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കുകയും കൂടി വേണം കേട്ടോ. ചെറിയ ഹോൾസുള്ള അരിപ്പയിലൂടെ അരിച്ചെടുക്കുക കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊരു സ്പ്രേ ബോട്ടിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഇഞ്ചിക്ക് നല്ല നാരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതിനകത്തൂടി നമുക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ, ഈ നാരൊക്കെ വന്ന് തടയുന്നത് കാരണം. അതിന് വേണ്ടിയിട്ടാണ് ചെറിയ ഹോൾസുള്ള അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളമാണോ വേണ്ടത് അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിതിലേക്ക് വെള്ളം ചേർത്തു എന്ന് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റും അല്ലെങ്കിൽ ആ ഒരു സ്മെല്ലൊന്നും ആ ഫ്ലേവർ പോകുമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇഞ്ചി അരച്ചെടുക്കുമ്പോഴേക്കും നല്ലൊരു സ്മെല്ല് തന്നെയാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ലാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സ്മെല്ലാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കണേ. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി തന്നെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കേടാവാറായിട്ടുള്ള ഇഞ്ചിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിന്. ഇനി നമ്മളിതൊരു ഫ്ലോർ ക്ലീനറായിട്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരല്പം ടൂത്ത് പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം അപ്പോഴാണ് നമുക്കിത് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു എയർ ഫ്രഷ്നർ മാത്രമായിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഫ്രഷ് ഇഞ്ചി ഈ അരച്ചെടുത്ത വെള്ളം കൂടി ചേർത്ത് അരച്ചത് മാത്രം മതിയാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് യൂസിന് പറ്റും. ഫ്ലോർ ക്ലീനറായിട്ടോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ എയർ ഫ്രഷ്നറായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണേ. ഇനി നമുക്ക് ഈ ഒരു സ്പ്രേ ബോട്ടിലിനകത്ത് വെച്ച് തന്നെ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കിച്ചണിൽ തീർച്ചയായിട്ടും നമ്മൾ നോൺ വെജൊക്കെ നമ്മൾ ഫിഷോ അല്ലെങ്കിൽ മീറ്റോ ഒക്കെ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അതിൻ്റെ ഒരു സ്മെല്ല് നിൽക്കുമല്ലേ. ഒത്തിരി നേരത്തേക്ക് നമ്മുടെ കിച്ചണിൽ ആ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അതൊക്കെ പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഓവൺ അതേപോലെ തന്നെ നമ്മുടെ മിക്സിയോ ഇപ്പം ഞാൻ നമ്മുടെ എയർ ഫ്രയറാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ എയർ ഫ്രയറൊക്കെ നമ്മൾ ഈ നോൺ വെജൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും നമ്മളിത് ക്ലോസ് ചെയ്ത് വെക്കുമ്പോഴേക്കും ഒരു ബാഡ് സ്മെല്ല് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ സാധാരണ എയർ ഫ്രഷ്നറൊന്നും നമുക്ക് ഈ ഒരു എയർ ഫ്രയറിനകത്തൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, ഓവനകത്തൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം അതിൻ്റെ ആ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് ആവശ്യമില്ലാത്തൊരു സ്മെല്ലായിരിക്കും അല്ലേ. പക്ഷേ നമ്മൾ ഈ ഒരു ജിഞ്ചറിൻ്റെ ഒരു ഫ്ലേവറാണ് ഇതിൽ വരുന്നതെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും. ഇനി നമ്മൾ എപ്പോഴാണോ ഇത് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ആ ഒരു ടൈമിൽ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. വീണ്ടും നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഇതിലേക്ക് സ്പ്രേ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ക്ലീൻ ആവുകയും ചെയ്യും. അതേപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം സാധാരണയായിട്ട് കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ആ ഒരു ഭാഗത്തൊക്കെ അല്ലെങ്കിൽ ഈ ടോപ്പിൽ നമ്മുടെ സ്റ്റൗവിൻ്റെ ടോപ്പിലൊക്കെ ഞാൻ ആ ഒരു ഭാഗം ഒന്ന് ഉദ്ദേശിച്ച് കബോർഡിൻ്റെ ഒരു ഭാഗമൊക്കെ ഉണ്ടാവില്ലേ, ഈ ഭാഗത്തൊക്കെ ഒത്തിരി ഓയിലിൻ്റെ സ്റ്റെയിനൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ സ്റ്റെയിൻ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പക്ഷേ ഇത് നിങ്ങളൊന്ന് സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടച്ചെടുത്താൽ തന്നെ ആ ഒരു സ്റ്റെയിൻ കംപ്ലീറ്റ് ആയിട്ട് അവിടെ നിന്ന് ഇളകി പോരും കേട്ടോ. അപ്പോൾ
അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ സിങ്കൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിഷൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ മീറ്റൊക്കെ കഴുകിയതിന് ശേഷം അല്ലെങ്കിൽ ചിക്കനൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തതിനൊക്കെ ശേഷം ആ ഒരു ഭാഗമൊക്കെ നല്ലൊരു സ്മെല്ല്, അതായത് ഒരു ബാഡ് സ്മെല്ലായിരിക്കും അല്ലേ, ആ സ്മെല്ലൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് നന്നായിട്ട് ക്ലീനായി കിട്ടുകയും ചെയ്യും, നല്ലൊരു സ്മെല്ല് നമ്മുടെ കിച്ചൺ സിങ്കിലൊക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങളിതേ ഇതൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ, നല്ല വെട്ടിത്തിളങ്ങും കേട്ടോ നമ്മുടെ സിങ്കൊക്കെ. അപ്പോൾ നമ്മൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കിച്ചണൊക്കെ ക്ലോസ് ചെയ്ത് പോയതിന് ശേഷം നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും വന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മുടെ ഈ ഒരു മീറ്റിൻ്റെയും അല്ലെങ്കിൽ ഫിഷിൻ്റെയൊക്കെ ഒരു സ്മെല്ല് നിലനിൽക്കും അല്ലേ കിച്ചണിലൊക്കെ. പക്ഷേ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ കിച്ചണകത്ത് കംപ്ലീറ്റ് ആയിട്ടും. നമ്മൾ എയർ ഫ്രഷ്നറൊക്കെ യൂസ് ചെയ്യാറുണ്ടാവും അല്ലേ, എന്നാൽ ആ എയർ ഫ്രഷ്നറൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ലൊരു ഫ്രഷ് സ്മെല്ല് നമുക്ക് കിട്ടും. അതുമാത്രമല്ല നമുക്ക് വലിയ പണച്ചിലവൊന്നും ഇല്ലല്ലോ. നമ്മൾ സാധാരണ ഇഞ്ചി നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്ന ഒന്നാണ്. വില കൊടുത്തൊന്നും ഒരുപാട് ഇഞ്ചി വാങ്ങിച്ചൊന്നും ഇത് ചെയ്യേണ്ട ആവശ്യവും ഇല്ല. നമുക്ക് ഒരു പീസ് ഇഞ്ചി തന്നെ മതിയാവും കേട്ടോ ഇതൊന്ന് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്മെല്ലുണ്ടാവും, ഈ നോൺ വെജിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവും. ആ സ്മെല്ലൊക്കെ ഈ നോൺ വെജ് നമുക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഇത് കഴിച്ചൊക്കെ കഴിയുമ്പോൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും അല്ലേ നമ്മുടെ കിച്ചണിൽ വീട്ടിലൊക്കെ. അപ്പോൾ അതൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് പിന്നെ നല്ലൊരു ഗ്ലാസ് ക്ലീനറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ നമ്മുടെ ബാൽക്കണിയിലെ ഗ്ലാസ് ആണ് കേട്ടോ, അവിടെ നല്ല പൊടി അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അകത്തും അതേപോലെ തന്നെ പുറത്തു നിന്നും ക്ലീൻ ചെയ്തിട്ടുണ്ട്. കാരണം പുറത്താണ് മെയിനായിട്ടും പൊടി അടിച്ചിരിക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ കണ്ടോ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് പുറം ഭാഗമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഗ്ലാസ് ക്ലീനറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമുക്ക് ബാൽക്കണിയിലെ മാത്രമല്ല നമ്മുടെ വാഷ്റൂമിലതോ നമ്മുടെ ഡ്രസ്സിങ് ടേബിളിലെ ഗ്ലാസ്സൊക്കെ നമുക്ക് മിററൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ ഇത് വെച്ചിട്ട്. അപ്പോൾ ഇതേ കണ്ടില്ലേ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് പുറം ഭാഗമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഗ്ലാസ് ക്ലീനറൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഗ്ലാസ് ക്ലീനറൊക്കെ അത് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. പക്ഷേ ഇപ്പോൾ നമുക്ക് അർജൻറ്റായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആ സമയത്തെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ബാത്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റ് നമുക്ക് എപ്പോഴും ഒരു ബാഡ് സ്മെല്ല് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കും നമ്മുടെ വാഷ്റൂം എന്ന് പറയുന്നത്. അപ്പോൾ വാഷ്റൂമിൽ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഇത് നമ്മളെ ബ്രഷാണ് കേട്ടോ, അതായത് നമുക്ക് ഇതിനകത്തേക്ക് ലിക്വിഡ് എന്തെങ്കിലും ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട്. അപ്പം ഞാൻ ഇതിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ വാഷ് ബേസിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ ഫില്ല് ചെയ്ത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് 2-3 ദിവസം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിത് സ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറയാം കേട്ടോ. നിങ്ങളിത് സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 2-3 ഡേയ്സ് മാത്രം സ്റ്റോർ ചെയ്താൽ മതി കേട്ടോ. കാരണം കൂടുതലായിട്ട് നിങ്ങൾ ബൾക്കായിട്ട് ഇത് ഉണ്ടാക്കി വെക്കേണ്ട. കാരണം ഇത് ജിഞ്ചർ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ദിവസം ഇത് ഇരിക്കില്ല കേട്ടോ. കാര്യം കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ സ്മെല്ല് മാറി തുടങ്ങും. പിന്നെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും, എങ്കിലും ബൾക്കായിട്ട് വേണ്ട. ഒരു 2-3 ഡേയ്സ് മാത്രം ഇത് യൂസ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ ഫ്രഷായിട്ട് ഉണ്ടാക്കുക, ഫ്രഷായിട്ട് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് ശേഷം ഒരു 2-3 ഡേയ്സ് വരെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വെള്ളത്തിലേക്ക് ഇത് ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലോർ എല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.